ട്രംപ് കരുതിയത് മറ്റ് രാജ്യങ്ങളെ ചൊൽപ്പിടിക്ക് നിർത്തുന്നത് പോലെ തന്നെ ഇന്ത്യയും നിർത്താമെന്നായിരുന്നു. കാനഡയും യൂറോപ്യൻ രാജ്യങ്ങളും ജപ്പാനും കൊറിയയും ഒക്കെ ഓടിച്ചെന്ന് ട്രംപിനോട് സന്ധി ചെയ്തു. കാരണം അവർക്ക് അമേരിക്കയിലേക്ക് കയറ്റുമതി ഇല്ലാതെ മുമ്പോട്ട് പോവുക സാധ്യമല്ല. എന്നാൽ ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. ഏതാണ്ട് 8,000-ഓളം കോടി അമേരിക്കൻ ഡോളറിൻ്റെ കച്ചവടമുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യക്ക് അതൊരു വലിയ സംഭവമേ ആയിരുന്നില്ല. അതുകൊണ്ട് ട്രംപ് വിചാരിച്ചതുപോലെ ഒന്നും നടന്നില്ല. കാനഡയുടെ പ്രധാനമന്ത്രി ഓവൽ ഓഫീസിൽ ചെന്ന് ട്രംപിൻ്റെ കാല് പിടിച്ചൊരു സാഹചര്യമുണ്ടായി. മറ്റ് പല രാജ്യങ്ങളും ട്രംപിൻ്റെ പിടിവാശിക്ക് കീഴടങ്ങി. എന്നാൽ മോദി ഗൗനിച്ചേയില്ല. 25% നികുതി ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ വഴങ്ങുമെന്ന് കരുതി ഇന്ത്യ ഗൗനിച്ചില്ല. പിന്നാലെയാണ് 50% നികുതി പ്രഖ്യാപിക്കുന്നത്. ട്രംപ് വിചാരിച്ചത് മോദി ഇതിനിടയിൽ അമേരിക്കയിലെത്തി കാര്യങ്ങൾ സംസാരിച്ച് സെറ്റിൽ ചെയ്യുമെന്നാണ്. ട്രംപ് ഒരുപാട് തവണ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ വലിയൊരു വ്യാപാര കരാർ വരാൻ പോകുന്നു, വെരി ബിഗ് ഡീൽ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ആ വ്യാപാര കരാറിൽ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തെറ്റിയത് ജനിതക മാറ്റം വരുത്തിയ കാർഷികോൽപ്പന്നങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്യാനുള്ള അനുമതി നിഷേധിച്ചതാണ്. ഇന്ത്യയിലെ കാർഷിക വ്യവസ്ഥയെ ചേർത്ത് പിടിക്കാൻ മോദി തീരുമാനിച്ചതാണ്. അതുകൊണ്ടാണ് 25% നികുതി പ്രഖ്യാപിച്ചുകൊണ്ട് ഇന്ത്യയോട് പക വീട്ടി ഇന്ത്യ നട്ടെല്ല് വളയ്ക്കുന്ന സമയം നോക്കിയിരുന്നത്. പക്ഷെ ഗൗനിച്ചില്ല എന്ന് മാത്രമല്ല, 50% നികുതിയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പോലും പോയില്ല. വാസ്തവത്തിൽ ഇന്ത്യക്ക് 50% നികുതി ഏർപ്പെടുത്താൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ട്രംപ്. അതൊരു ഭീഷണി മാത്രമായിരുന്നു. പക്ഷെ മോദി വഴങ്ങിയില്ല, തിരിഞ്ഞു നോക്കിയില്ല.